ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ കംപ്ലൈൻറ്റ്, കസ്റ്റമറെ കംപ്ലൈൻറ്റ്, വണ്ടി ഓടിക്കുന്ന സമയത്ത് ഒരു സർവീസ് റോഡിൽ കയറി കഴിഞ്ഞാൽ ബാക്കിൽ നിന്ന് ഭയങ്കര കടകടകട സൗണ്ട്. ഒരു റഫ് റോഡ് കൂടെ പോയി കഴിഞ്ഞാൽ ബാക്കിൽ നിന്ന് ഭയങ്കരമായിട്ട് സൗണ്ട്, കടകടകട സൗണ്ട്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് വണ്ടി ഓടിച്ച് നോക്കിയ സമയത്ത് അങ്ങനെ നല്ല സൗണ്ട് കിട്ടുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് കിട്ടുന്നുണ്ട് കേട്ടോ, അല്ല റൈറ്റ് സൈഡിൽ നിന്നാണ് കിട്ടുന്നത് സൗണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി കൊടുന്ന് ചെക്ക് ചെയ്ത് നോക്കിയ സമയത്ത് റൈറ്റ് സൈഡിലെ ഷോക്ക്, അതായത് റിയറിലെ റൈറ്റ് സൈഡിലെ ഷോക്ക് ഫുള്ളായിട്ട് ലീക്കായി പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഫുള്ളായി ലീക്കായി പോയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇങ്ങനെ വെറുതെ ആടുന്ന സമയത്ത് കിട്ടില്ല. റോഡിലൂടെ പോകുമ്പോൾ ഭയങ്കര സൗണ്ട്. അങ്ങനെ ഷോക്ക് അയച്ചു നോക്കിയപ്പോൾ ഫുള്ള് കംപ്ലൈൻറ്റ് കേട്ടോ. ഷോക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് റൈറ്റ് സൈഡിൽ ഷോക്ക് കണ്ടത്, ഫുള്ളായിട്ട് ലീക്കായി പോയിട്ടുണ്ട്. വെറുതെ ഉണ്ട് ഇങ്ങനെ പോവാണ്, വെറുതെ ഇങ്ങനെ പോവാണ്. ഇത് സ്റ്റെം അടിക്കേണ്ടത്, സ്റ്റെം കണ്ടോ, അത് നല്ല പോലെ ആട്ടമുണ്ട്. ഈ ഒരു ആട്ടം കാരണമാണ് അങ്ങനെ അത്ര അടി. ഇത് ലീക്കായി പോയി കഴിഞ്ഞാൽ അത്ര അടി വരില്ല, പക്ഷേ ഈ സ്റ്റെമ്മ് ഭയങ്കരമായിട്ട് അടിക്കുന്നുണ്ട്. ഇങ്ങനെ വെറുതെ ഇങ്ങനെ അടിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അത്രയും സൗണ്ട് വന്നിട്ട് കേട്ടോ. ഈ ഷോക്ക് പോയിട്ട് സാധാരണ ഈ രണ്ട് ഷോക്ക് വീക്കായി കഴിഞ്ഞാൽ വണ്ടി ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഒലഞ്ഞു പോകും കേട്ടോ. പക്ഷെ അത്രയ്ക്കല്ല. പക്ഷേ ലെഫ്റ്റ് സൈഡിലെ ഷോക്ക് കണ്ടീഷനായിരുന്നു, അതായത് മുഴുവനായിട്ട് ലീക്കായി പോയില്ല. അതാണ് ലെഫ്റ്റ് സൈഡിലെ ഷോക്ക് കണ്ടോ. ഇതിങ്ങനെ നല്ലപോലെ അമരുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ഒലച്ചില്ലാത്തതുകൊണ്ട് റൈറ്റ് സൈഡിലെ ഷോക്ക് നല്ലപോലെ ലീക്കായി പോയിട്ടുണ്ട്. ആ സ്റ്റെം അടിക്കുന്നത്, അതുകൊണ്ടാണ് ആ സൗണ്ട് വന്നിട്ടുള്ളത്. ഇനി ചെയ്യാനുള്ളത് ആ റൈറ്റ് സൈഡിലെ ഷോക്ക് മാറ്റണം. അപ്പം നമ്മൾ രണ്ട് സൈഡിലെ ഷോക്ക് മാറി, ഇത് കുറച്ചും കൂടി വീക്കായിട്ടുണ്ട് കേട്ടോ. ഇത് പൊന്തി വരാൻ ഒരു ഇതില്ല, ടൈറ്റ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ രണ്ട് ഷോക്ക് മാറിയിട്ടുണ്ട്. അപ്പം ഞാൻ ബാക്കിൽ രണ്ട് ഷോക്ക് മാറി, റൈറ്റ് സൈഡിലെ ഷോക്ക് മാറി കഴിഞ്ഞാൽ സൗണ്ട് മാറും. ലെഫ്റ്റ് സൈഡിലെ ഷോക്ക് മാറാന്നുണ്ടെങ്കിൽ മാറാം, അല്ലാന്നുണ്ടെങ്കിൽ മാറണ്ട. നമ്മൾ ഈ വണ്ടിയിൽ രണ്ട് ഷോക്ക് മാറിയിട്ടുണ്ട്. റൈറ്റ് സൈഡിലെ ഷോക്ക് മാറി, രണ്ട് ഷോക്കും മാറി. അപ്പോൾ ഏകദേശം ഈ ഷോക്കിന് വരുന്നത് ഒരു 2000 രൂപേൻ്റെ അടുത്ത് വരുന്നുണ്ട്. അത് ഓരോ ബ്രാൻഡ് മാറുന്നതിനനുസരിച്ച് വിലയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം കിട്ടും. കുറഞ്ഞ ബ്രാൻഡിൻ്റെ ഉണ്ട്, കൂടിയ ബ്രാൻഡിൻ്റെ ഉണ്ടാവും. അത് കമ്പനി മാറുന്നതിനനുസരിച്ച് വിലയിൽ വ്യത്യാസം കിട്ടും. ഒരു ഷോക്കിന് ഏകദേശം 2000 രൂപേൻ്റെ അടുത്ത് വരുന്നുണ്ട്. ഒന്ന് 600 വരുന്നുണ്ട്, 800 വരുന്നുണ്ട്, 2000 രൂപേൻ്റെ അടുത്ത് ഏകദേശം വരുന്നുണ്ട്. ഇപ്പോൾ ഈ ഷോക്ക് മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കംപ്ലയിൻറ്റ് തീരും കേട്ടോ. ആ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റു വീഡിയോ വീണ്ടും